നുള്ളിപ്പാടിയിലെ ജുമാ മസ്ജിദിനും ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ വാഹനത്തിന് നേരെയും കല്ലെറിഞ്ഞ സംഭവത്തിൽ പോലീസ് കേസെടുത്തു. വ്യാഴാഴ്ച നഗരത്തിലുണ്ടായ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് 20ഓളം പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 3 പേരെ അറസ്റ്റ് ചെയ്തു. നുള്ളിപ്പാടിയിലെ മുഹീദ്ദീൻ ജുമാ മസ്ജിദിന് നേരെയുണ്ടായ കല്ലേറിനെ തുടർന്നാണ് വ്യാഴാഴ്ച നഗരത്തിൽ സംഘർഷാവസ്ഥ ഉടലെടുത്തത്. നഗരത്തിലെ കടകൾക്കും ബസ്സുകൾക്ക് നേരെയും അക്രമം നടത്തിയ ഒരു സംഘം നഗരത്തെ ഹർത്താലിലേക്ക് കൊണ്ടെത്തിക്കുകയായിരുന്നു. ഉച്ചയോടെ നഗരം നിശ്ചലമായി. ഇതിനിടെ നായന്മാർ മൂലയിൽ ആൾക്കൂട്ടത്തെ പിരിച്ചുവിടാനെത്തിയ ജില്ലാ പോലീസ് സൂപ്രണ്ട് പ്രകാശിന്റെ ക്വാളിസ് കാറിന് നേരെ കല്ലേറുണ്ടായി. കല്ലേറിൽ വാഹനത്തിന്റെ പിന്നിലെ ചില്ല് തകർന്നു. നുള്ളിപ്പാടി പള്ളിക്ക് നേരെ കല്ലെറിഞ്ഞ സംഭവത്തിൽ ഖതീബിന്റെ പരാതിയിലും SP-യുടെ വാഹനത്തിന് നേരെ കല്ലെറിഞ്ഞ സംഭവത്തിൽ പോലീസ് ഡ്രൈവർ പ്രഭാകരന്റെ പരാതിയിലുമാണ് ടൗൺ പോലീസ് കേസെടുത്തത്. നഗരസഭാ കൗൺസിലറും BJP പ്രാദേശിക നേതാവുമായ ജഗദീഷിന്റെ നായക്സ് റോഡിലെ കടയ്ക്ക് നേരെ കല്ലെറിഞ്ഞ സംഭവത്തിലും സ്വകാര്യ ബസിനും KSRTC ബസിനും കല്ലെറിഞ്ഞ സംഭവത്തിലും പോലീസ് കേസെടുത്തു. നഗരത്തിൽ നടന്ന അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. നഗരത്തിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 20ഓളം പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുമുണ്ട്. നഗരത്തിൽ വ്യാപാര സ്ഥാപനങ്ങൾക്ക് നേരെ നടന്ന അക്രമത്തിൽ കാസർഗോഡ് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രതിഷേധിച്ചു. അക്രമം തടയുന്നതിൽ പോലീസ് പരാജയപ്പെട്ടുവെന്നും യോഗം കുറ്റപ്പെടുത്തി. വ്യാപാര സ്ഥാപനങ്ങൾക്ക് നേരെ അക്രമം തുടർന്നാൽ അനിശ്ചിതകാലത്തേക്ക് കടകൾ അടച്ചിടുമെന്നും വ്യാപാരികൾ മുന്നറിയിപ്പ് നൽകി. കാസർഗോഡ് അടിക്കടിയുണ്ടാകുന്ന അക്രമങ്ങൾ തടയാൻ പോലീസ് കർശന നടപടികൾ ആരംഭിച്ചു. അക്രമികളെ കണ്ടുപിടിച്ച് ഇവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനാണ് പോലീസിന്റെ ശ്രമം. പലയിടത്തും റെയ്ഡുകൾ തുടരുകയാണ്. കാസർഗോഡ് രാത്രികാല വാഹന പരിശോധന കർശനമാക്കി. രേഖകളില്ലാത്ത വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വരികയാണ്. അക്രമ സാധ്യതകളുള്ള പ്രദേശങ്ങളിൽ പോലീസ് പിക്കറ്റ് ഏർപ്പെടുത്തിയിട്ടുമുണ്ട്.